കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്കറിയാം MC കേസ്, മെയിൻ്റനൻസ് കേസിൽ ഫൈനലായിട്ടുള്ള ഒരു വിധി വരുന്ന സമയത്ത് കേരള ഹൈക്കോടതി ഫാമിലി കോടതിയിലെ ജഡ്ജിമാർക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് ഭാര്യയ്ക്ക് ഇത്ര തുക അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത്ര തുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുക വിധിക്കുമ്പോൾ ആ തുക ചിലപ്പോൾ കുറവായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിരിക്കാം. എന്തുകൊണ്ടാണ് ഈ ജഡ്ജി ഇത്ര സംഖ്യ വിധിക്കുവാനായിട്ടുള്ള കാരണം, ആ ഒരു സംഖ്യ വിധിക്കുവാനായിട്ട് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നിവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ജഡ്ജ്മെൻറ്റ് വേണം പുറപ്പെടുപ്പിക്കുവാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരിക്കലും വെറുതെ ഒരു 3000 രൂപ, വെറുതെ 12,000 രൂപ അങ്ങനെ എഴുതാനായിട്ട് പറ്റില്ല. എന്ത് റീസൺ കൊണ്ടാണ് ഈ പെൺകുച്ചിന് ഇത്ര പൈസ വിധിക്കുവാനായിട്ടുള്ള കാരണം എന്നുള്ളത് കൃത്യമായി എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നവരോട് പറയാനുള്ള 2 പോയിൻ്റാണ്. ഭർത്താക്കന്മാരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ തുക കൂടി പോവാതിരിക്കുവാനായിട്ട് കോടതിയിൽ നിങ്ങൾ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഭാര്യമാരാണെങ്കിലും അവരുടെ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്ന ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. മെയിൻ്റനൻസ് കേസിൽ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്യുവാനായിട്ട് നോക്കുക. മെയിൻ്റനൻസ് കേസിൽ ഒരിക്കലും ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളോ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളോ അതൊന്നും അതിൽ ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ആനുകൂല്യം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോടതി പറഞ്ഞ പോയിന്റ് അപ്പോൾ ഇങ്ങനെയാണ്: ദ കേരള ഹൈക്കോർട്ട് അഡ്ഹറിംഗ് ടു ലീഗൽ സ്റ്റാൻഡേർഡ്സ് എൻഷുവേഴ്സ് ഫാമിലി കോർട്ട്സ് കംപ്ലൈ വിത്ത് സെക്ഷൻ 354 clause 6 of the CRPC പണ്ടത്തെ, now corresponding to section 326 of the BNSS, which mandates that final orders including maintenance cases contain clear points for determination, decisions and reasons എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഫാമിലി കോർട്ട്സ് മസ്റ്റ് എൻഷുർ ഓർഡേഴ്സ് അണ്ടർ സെക്ഷൻ 125 CRPC or BNSS 144 comply with this following principles of natural justice rather than strict evidence rules എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർഡറിൽ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും ഇങ്ങനെയൊക്കെ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.